ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ ISC സ്പെസിമെൻ 2025 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത് മാത്സിൽ ക്ലാസ് 12. സോ അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ മെട്രിക്സ് വിച്ച് ഈസ് ബോത്ത് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്. അപ്പം നമുക്കറിയാം ഒരു മെട്രിക്സ് സിമെട്രിക് ആണെങ്കിൽ കണ്ടീഷൻ എന്താണ്? അതിൻ്റെ ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ ആയിരിക്കണം. അതുപോലെ തന്നെ എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ ആണെങ്കിൽ എന്തെന്ന് പറയും? സ്ക്യൂ സിമെട്രിക്. അപ്പം നമ്മുടെ നൾ മെട്രിക്സ് മാത്രമേ ഉള്ളൂ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻ. സോ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ്? നൾ മെട്രിക്സ്, ഓപ്ഷൻ ഡി. ആൻഡ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് വാല്യൂ ഓഫ് എ റേസ് ടു എക്സ് ഇ റേസ് ടു എക്സിന്റെ ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് ഐ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഐ ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് എ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് ഡി എക്സ് ആണ്. നമുക്ക് ഇതിന്റെ വാല്യൂ വാല്യൂട്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എ റേസ് ടു എക്സും സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് ഇ റേസ് ടു എക്സും എടുത്താൽ ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു, സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് ഡിവൈഡ് എക്സ് ഓഫ് എ റേസ് ടു എക്സ് ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഡി എക്സ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റും. ഇനി ഇതിന്റെ വാല്യൂ എങ്ങനെ കിട്ടും? ഇ റേസ് ടു എക്സിന്റെ ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് തന്നെയാണ്. ഇനി എ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ദാറ്റ് ഈസ് ലോഗ് എ ഇൻറ്റു എ റേസ് ടു എക്സ് ആണ്. പിന്നെ ഇ റേസ് ടു എക്സിന്റെ ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് തന്നെ വരും. സോ ഇവിടെ നമുക്ക് ലോഗ് എ കോൺസ്റ്റന്റ് ആണ്, നമുക്ക് അതുകൊണ്ട് അത് ഔട്ട് സൈഡ് എടുക്കാം. സോ എ റേസ് ടു എക്സ് ഇ റേസ് ടു എക്സ് മൈനസ് ലോഗ് എ ഇന്റഗ്രൽ ഓഫ് എ റേസ് ടു എക്സ് ഇ റേസ് ടു എക്സ് ഡി എക്സ്. സോ ഇവിടെ നോക്കിക്കാൻ നമുക്ക് ഇതെന്ന് പറയുന്നത് ഈ ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നതല്ല നമ്മൾ ഐ ആയിട്ട് എടുത്തത്. സോ നമുക്ക് ഇതിന് ഐ എന്ന് കൊടുക്കാമല്ലോ. സോ എന്ത് വരും? എ റേസ് ടു എക്സ് ഇ റേസ് ടു എക്സ് മൈനസ് ലോഗ് എ ഐ എന്ന് കിട്ടും, ഐ. സോ നമുക്ക് ഈ ഒരു ടേം ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകാം. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ ഐ ഉണ്ട്. സോ ഐ പ്ലസ് ലോഗ് എ ഐ ഈസ് ഈക്വൽ ടു എ റേസ് ടു എക്സ് ഇ റേസ് ടു എക്സ് എന്ന് വരും അല്ലേ? സോ ഇവിടെ നമുക്ക് എന്താണ്? നമുക്ക് ഐ കോമൺ ആയിട്ട് എടുക്കാം. ഐ കോമൺ ആയിട്ട് എടുത്താൽ വിച്ച് ഇംപ്ലൈസ് ഐ ഇൻറ്റു എന്ത് വരും? 1 പ്ലസ് ലോഗ് എ ഇസ് ഈക്വൽ ടു എ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് എന്ന് വരും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടെ നമുക്ക് ഐ എന്ത് കിട്ടും? ഐ ഇസ് ഈക്വൽ ടു എന്ത് വരും? എ റേസ് ടു എക്സ് ഇ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ലോഗ് എ എന്ന് വരും അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് വണ്ണിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? 1 ഈസ് ഈക്വൽ ടു ലോഗ് ഇ ആണ്. സോ നമുക്ക് എ റേസ് ടു എക്സ് ഇ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ വണ്ണിന് ലോഗ് ഇ കൊടുത്താൽ ലോഗ് ഇ പ്ലസ് ലോഗ് എ വരും. സോ നമുക്കറിയാം ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറയുന്നത് ലോഗ് എ ബി ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഇതിനെങ്ങനെ കൊടുക്കാം? എ റേസ് ടു എക്സ് ഇ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ ലോഗ് എ ഇ, ലോഗ് എ ഇ, ലോഗ് എ ഇ ടു ദ ബേസ് ഇ ആണ്. പിന്നെ ഒരു കോൺസ്റ്റന്റ് സി ഉണ്ട്. സോ നമ്മുടെ ഓപ്ഷൻ ഏതാ കറക്റ്റ് ആൻസർ? ലോഗ് എ വരുന്ന ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് 3 ടാൻ ഇൻവേഴ്സ് എ ആണ്. സോ നമുക്ക് 3 ടാൻ ഇൻവേഴ്സ് എക്സിന് ഒരു ഫോർമുല ഉണ്ട്. 3 ടാൻ ഇൻവേഴ്സ് എനെ നമുക്ക് എങ്ങനെ എഴുതാം? ടാൻ ഇൻവേഴ്സ് 3a മൈനസ് എ ക്യൂബ് ഡിവൈഡഡ് ബൈ 1 മൈനസ് 3a സ്ക്വയർ എന്നൊരു ഫോർമുല ഉണ്ട്. അപ്പൊ ഈ വാല്യൂ ഇത് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എയുടെ വാല്യൂ എങ്ങനെ ആവണം? സോ വിച്ച് ഇംപ്ലൈസ് എ എന്ന് പറയുന്നത് വിച്ച് മസ്റ്റ് ലെസ് ദാൻ എന്തായിരിക്കണം? 1/√3 ആയിരിക്കണം. മോഡ് എ ലെസ് ദാൻ 1/√3 ആയെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ. സോ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് എ വിച്ച് ഇസ് ലെസ് ദാൻ 1/√3. നമ്മുടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അവിടെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് ഡെഫിനേഷൻ അറിയാം. എന്താണ്? ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന്റെ പവർ ആണ് എന്തെന്ന് പറയുന്നത്? എക്സ്പോണന്റ് ആണ് നമ്മുടെ ഡിഗ്രി. ഇവിടെ ഡെറിവേറ്റീവിന്റെ പവർ ആയിട്ട് വന്നിരിക്കുന്ന 2 ആണ്. സോ ഡിഗ്രി 2 ആണ്. പക്ഷെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന 3 ആണെന്നാണ്. സോ ഇത് നമ്മുടെ അസേർഷൻ എന്താണ്? ഫോൾസ് ആണ്. ഓക്കെ, ഇനി അതിന്റെ റീസൺ വായിച്ചു നോക്കാം. ഈച്ച് ടേം ഇൻവോൾവിംഗ് ഡെറിവേറ്റീവ്സ് ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ is a polynomial, then highest exponent of the highest order derivative is called a degree. So ഡിഗ്രിയുടെ ഡെഫിനിഷൻ തന്നിരിക്കുന്ന കറക്റ്റ് ആണ്. സോ റീസൺ ട്രൂവും അസേർഷൻ ഫോൾസും ആണ്. സോ നമ്മുടെ അസേർഷൻ ഫോൾസും റീസൺ ട്രൂ ആയിട്ട് വന്നിരിക്കുന്ന ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഈ 4 ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.